എല്ലാവർക്കും നമസ്കാരം. കുറച്ച് പേരെങ്കിലും കാത്തിരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രേണു സുധീൻ്റെ വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, യൂട്യൂബേഴ്സിന് ആർക്കെങ്കിലുമൊക്കെ ഇതിൽ ഇടപെട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പാടില്ലേ? നിങ്ങൾ ലീഗലി മൂവ് ചെയ്തൂടെ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വീഡിയോ ചെയ്ത് സമയം കളയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ടു ബി ഫ്രാങ്ക്, താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷയില്ലാത്തത് കൊണ്ടായിരുന്നു ഇതുവരെയും അതിനുവേണ്ടി ഇറങ്ങാത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു. ന്യൂയോർക്കിൽ നിന്നാണ് മെസ്സേജ് വന്നത്. അപ്പോൾ അവരെന്നോട് സംസാരിച്ചപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയിട്ട് അവിടെ ജീവിച്ചിട്ടും നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വളരെ സങ്കടത്തോടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അത് കേട്ടപ്പോൾ എനിക്കും വിഷമം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ശ്രമിച്ച് നോക്കാം. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്നതിന് വേറൊരു റീസൺ കൂടിയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രേണുവിൻ്റെ സുഹൃത്തുക്കൾ എനിക്കെതിരെ വലിയൊരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാത്തൊരു കാര്യം, ഞാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തൊരു കാര്യം. യൂട്യൂബേഴ്സിനെ കൊണ്ട് രേണുവിനെതിരെയും അല്ലെങ്കിൽ ഓരോ വീഡിയോകൾ ചെയ്യിക്കുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഒരു ടീമാണ്, ഇതൊക്കെ ഒരു ഗ്യാങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്യാങ്ങുമായിട്ടും നമുക്ക് ബന്ധമില്ല, ഓരോ സംഘടനയുമായിട്ടും നമുക്ക് ബന്ധമില്ല. നമ്മുടെ മുന്നിൽ കാണുന്ന വിഷയങ്ങൾ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും എന്നെ ഈ വിഷയത്തിലേക്ക് ഇറക്കിയത് അവരാണ്. അന്ന് എനിക്ക് തോന്നിയൊരു തോന്നലാണ്, ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം. രേണുവിൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, ഡബിൾ മീനിങ് സംസാരങ്ങൾ, അത്തരം സംസാരങ്ങൾക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ ഇന്ന് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്, കള്ള് ഷാപ്പിൽ നിന്ന് റീല് ഷൂട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച് ഏകദേശം 2 മില്യൺ ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതിനെതിരെ ഒരു കംപ്ലയിൻറ്റ് എക്സൈസിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 കംപ്ലയിൻറ്റ് ഞാൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഞാൻ ആ കംപ്ലയിൻറ്റുകൾ എന്താണ്, എങ്ങനെയാണ് കൊടുത്തത്, എനിക്ക് അവിടെ കിട്ടിയ സ്വീകരണം എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ഇവിടെ വെക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കാം. ഞാനേ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അത് ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ. ഇപ്പോൾ സമയം 4 മണിയായി, 4 മണി ആവുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇന്ന് രാവിലെ പോയത്. ഈ കാര്യം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്തായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേരള സൈബർ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും വളരെ നല്ല സമീപനമാണ് എനിക്കിന്നുണ്ടായത്. ശരിയാട്ടോ, ഞാനവിടെ ചെന്നപ്പോൾ ഒരു സാർ എന്നോട് ചോദിച്ചു, എന്താ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇന്ന പോലെ കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയും, എനിക്കല്ല ഇത്. ആക്ച്വലി ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഞാൻ സാറിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, സംസാരിക്കുന്നത്. ഒരുപാട് പേര് ഈ ഒരു വ്യക്തിയെ കൊണ്ടിപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ, ഇതൊന്നും തുറക്കാൻ പറ്റുന്നില്ല. അവിടെ എല്ലാം ഇദ്ദേഹത്തിൻ്റെ കോണ്ടൻറ്റുകളാണ്, ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളാണ് വരുന്നത്. സോ അതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ വേറൊരു സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിനോട് സംസാരിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തു, നെറ്റ് ഓൺ ചെയ്തു. അതിനകത്തേക്ക് ഈ ലിങ്കുകളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ലിങ്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം ഓപ്പൺ ചെയ്തു. ഓരോന്നും കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൽ ഇപ്പോൾ മെറ്റയാണ് തീരുമാനം എടുക്കേണ്ടത്. മെറ്റയ്ക്ക് നമുക്ക് റിക്വസ്റ്റ് അയക്കാം, അവരുടെ റിപ്ലൈ വന്നിട്ട് നമുക്ക് ബാക്കി ഫർദർ എന്താ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ അറ്റ്ലീസ്റ്റ് അവർക്കൊരു വാർണിംഗ് എങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടതുപോലെ ചെയ്യാമെന്ന് അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കേൾക്കാം. ഞാൻ എന്തിനു വേണ്ടിയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രേണു സുധീരുടെ വിഷയങ്ങൾ സംസാരിച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവരെ കൊണ്ട് സഹി കിട്ടു, ഇവർക്കെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി ഒന്ന് ശ്രമിച്ച് നോക്കാം. അങ്ങനെ ഇവർ കുറച്ച് നാൾക്ക് മുൻപ് ചെയ്ത ആ റീലുണ്ടല്ലോ, കുട്ടനാടൻ കായലിലെ പാട്ട്, കള്ള് ഷാപ്പിൽ നിന്ന് എടുത്ത ആ റീല്, അതും വേറെ 1-2 വീഡിയോകളൊക്കെ വെച്ചിട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് സൈബർ സെല്ലിൽ കൊടുത്തു. സൈബർ സെല്ലിൽ പോയപ്പോഴേക്കും അവിടെ സാറുണ്ടായിരുന്നു. സാറ് കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായി. അവർ കേസ് എടുത്തു, അതിൻ്റെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തന്നു വാട്സാപ്പിൽ. ഓക്കെ, അപ്പോൾ സൈബർ സെല്ലിൽ രേണുവിനെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ലെവലിൽ സംസാരിക്കുന്ന പരിപാടികൾ നിർത്തലാക്കി തരണം എന്ന് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം
രേണുവിന് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. അതിന് അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, എനിക്കറിയില്ല എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അവർ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അവർക്കും ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ ലിങ്കും അതുപോലെ സ്ക്രീൻഷോട്ടും ഫോട്ടോകളും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഫർദർ കാര്യങ്ങളൊന്നും എന്താ സംഭവിക്കാൻ പോകുന്നതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെയും ഈ കാര്യം സംസാരിച്ചു. അതായത് കള്ള് ഷാപ്പിൽ വെച്ചിട്ട് റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് കേസ്. ഇപ്പോൾ നമ്മുടെ സൂരജിനും ഫൈൻ കിട്ടിയത് ആ ഒരു കേസിൻ്റെ ബേസിലാണ്. 2 വർഷം മുന്നേ നടന്ന ഒരു ഇഷ്യൂലാണ് ആ കേസ് വന്നത്. 25,000 രൂപ ഫൈൻ, 50,000 രൂപയായിരുന്നു, അത് 25,000 രൂപയായിട്ട് അദാലത്തിൽ വെച്ച് കുറച്ച് കൊടുത്തു. ഇവിടെയും ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഇത് സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരം പ്രചരണങ്ങൾ സമ്മതിക്കാൻ പാടില്ല എന്നുള്ള ലെവലിലാണ് സംസാരം. ഇത്തരം പ്രചരണങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല എന്ന രീതിക്കാണ് സംസാരിച്ചത്. അപ്പോൾ അവരും അവിടെ നിന്നും നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിയത്. അവരും കേസ് എടുത്തിട്ടുണ്ട്. കൊടുത്ത കംപ്ലയിൻറ്റ് റിസീവ്ഡ്. ഇതിപ്പോൾ ഞാൻ ഫോട്ടോ കോപ്പി എടുത്തതാണ്. അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. കേസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർ സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഒരു പേജ്. അടുത്ത പേജിൽ അതിൻ്റെ ബാക്കി ഭാഗം. പിന്നെ ഞാൻ കൊടുത്ത ലിങ്കുകൾ, കേസിന് വേണ്ടി അവർക്ക് സപ്പോർട്ടിംഗ് ലിങ്ക് കൊടുക്കണം, ഏതൊക്കെ വീഡിയോകളാണെന്നുള്ള ലിങ്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഷാപ്പിൽ നിന്നുള്ള ഇവരുടെ ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട്, ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതാണ് എക്സൈസിൽ കൊടുത്തത്. അപ്പോൾ അവർ ഇന്ന് തന്നെ അത് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, രേണുവിൻ്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ട്. അതിനകത്ത് രേണുസുതി മാത്രമല്ല വന്നിരിക്കുന്നത്, കോഴിക്കോട് ദാസനുണ്ട്, പ്രതീഷുണ്ട്, അക്ഷയുണ്ട്. ഇവരുടെ പേരും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം രേണു മാത്രമല്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് ഇവരുടെ പേരും കൂടി വെച്ചിട്ടാണ് ഞാൻ ആ കംപ്ലയിൻറ്റ് കൊടുത്തത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫർദർ എന്താണെന്നുള്ള ഫോളോ അപ്പ് ചെയ്യും. പക്ഷേ എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മൂവ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് രാവിലെ പോയിട്ട് എനിക്ക് തിരിച്ചു വന്നപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയും സമയം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇത്. ഒരുപാട് പേരുടെ, കുറച്ച് പേരൊന്നുമല്ല, ഒരുപാട് പേരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം, നമ്മുടെ ചാനലിൽ വന്ന കമൻറ്റുകൾ പ്രകാരമാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു കാരണം അതാണ്. ഒരു കാരണം എന്ന് പറയുന്നത് എന്നെ ഇതിലേക്ക് വലിച്ചിറക്കിയതാണ്. ഞാൻ കുറേ നാളായിട്ട് പലരും പറഞ്ഞിട്ടും വേണ്ട, പോട്ടെ, കുഴപ്പമില്ല, വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം ഞാൻ ഇൻവോൾവ് അല്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ ഇറങ്ങിയപ്പോൾ ശരി എന്നാൽ പിന്നെ ചെയ്തിട്ട് കേൾക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. സോ കംപ്ലയിൻറ്റ് എക്സൈസിനും കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിനും കൊടുത്തിട്ടുണ്ട്. 2 പേരുടെ ഭാഗത്തു നിന്നും വളരെ നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് അറ്റ് പ്രസൻറ്റ്. സോ അതിന് ഞാൻ 2 കൂട്ടരോടും, ഇപ്പം സൈബർ സെല്ലിലെ പോലീസുകാരായിക്കോട്ടെ അതുപോലെ എക്സൈസിലുള്ള സാറുമാരായിക്കോട്ടെ, നല്ല റെസ്പോൺസ് ആയിരുന്നു. സൈബർ സെല്ലായാലും ഇവിടെ ആയാലും ഇരുന്ന് ഫുള്ള് കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ് അവർ കാണിച്ചു, 2 കൂട്ടരും. എന്നിട്ട് എക്സൈസിൽ ഇന്ന് തന്നെ അത് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. സൈബർ സെല്ലുകാർ കേസ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേസ് എടുത്തതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ കാണിച്ചത്. സോ ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ താഴെ വന്ന 1-2 കമൻറ്റുകളെ കുറിച്ചാണ്. ഞാൻ കമൻറ്റുകളൊന്നും ഇവിടെ വെക്കുന്നില്ല. പക്ഷേ അതിനകത്തൊരു ശ്രീകല എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമൻറ്റല്ല, ഒരുപാട് കമൻറ്റ് വന്നു. എനിക്ക് ആ അമ്മായിയോട് പറയാനുള്ളൊരു കാര്യം, അമ്മായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം ഈ സാക്ഷരതാ മിഷൻ്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പോകണം. കാരണം നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല. ഒന്നുകിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതണം, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതണം. മംഗ്ലീഷിൽ എഴുതുന്നത് മുഴുവൻ പൊട്ടത്തെറ്റാണ്, വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എനിക്ക് വായിക്കാൻ വേണ്ടിയാണല്ലോ ഇടുന്നതല്ലേ കമൻറ്റ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അക്ഷരാഭ്യാസമെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്നുകിൽ രേണുവിൻ്റെ കുഞ്ഞമ്മയോ വല്യമ്മയോ മാമിയോ ഒക്കെ ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. അപ്പോൾ അക്ഷരാഭ്യാസം ഉണ്ടാക്കിയിട്ട് വന്ന് കമൻറ്റ് ചെയ്താൽ വായിക്കുന്നവർക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. പിന്നെ അടുത്തൊരു ആളെന്ന് പറയുന്നത് ബിന്ദു. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു ലേഡിയാണ് ബിന്ദു. ആ കൊച്ചമ്മയ്ക്കും എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നതെങ്കിൽ എനിക്ക് നിങ്ങളുടെ പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കെട്ടിയോനെയും നിങ്ങളുടെ മക്കളെയൊക്കെ വിളിക്കുന്ന വിളികളാണ് എന്നെ വന്ന് വിളിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളുടെ പുച്ഛം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതേ നാണയത്തിൽ തിരിച്ച് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പറ്റില്ല, താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. സോ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ബാക്കി നോക്കേണ്ടത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആ വഴിക്ക് പോകും. ഇനി എനിക്ക് ഒരു സ്റ്റെപ്പ് കൂടി മൂവ് ചെയ്യാനുണ്ട്. അത് ഇതിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമേ അത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചമ്മ എന്തായാലും അങ്ങ് പോയേക്കാണല്ലോ, റാസൽ ഖൈമയിൽ പോയേക്കാണല്ലോ. പോയിട്ടൊക്കെ തിരിച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ വീട്ടിലെത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോഴേക്കും കൊച്ചമ്മ വീഡിയോ ഒക്കെ ചെയ്യുമായിരിക്കും, ചെയ്യട്ടെ. അതിനൊക്കെ ശേഷം നമുക്ക് അടുത്ത മൂവ് എന്താണെന്നുള്ളത് ഞാൻ വന്ന് പറയാം. സോ ഇതൊരു വലിയൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു മൂവ് അത്രമാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. രേണുസുതിയിൽ നിൽക്കുന്നില്ല ഈ ഒരു കാര്യം, ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യവും ഞാൻ അതും അവിടെ സംസാരിച്ചു. സബ്സ്ക്രിപ്ഷൻ അത് ഈ പറയുന്ന വൾഗറായിട്ടുള്ള ഫോട്ടോസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ കേസെടുക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അതിനുള്ള റീസൺ ഒക്കെ പറഞ്ഞു. എടുക്കാൻ പറ്റുകയില്ല, പക്ഷേ അതിന് കുറേ കടമകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെറ്റയാണ് ഇതിനൊക്കെ തീരുമാനം എടുക്കേണ്ടത്. മെറ്റ അതിനുള്ള അനുമതി തന്നാൽ മാത്രമേ പോലീസുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. സോ കാര്യങ്ങൾ കുറേയധികം സമയം ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. എന്തൊക്കെയാണ് ഇതിനകത്ത് വരും വരായികൾ എന്നൊക്കെ മനസ്സിലാക്കി തന്നു. അതിന് ശേഷമാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങിയത്. എക്സൈസിൽ പോയപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. സോ ഒരുപാട് നല്ല ഒരു ദിവസമായിരുന്നു ഇന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ സൈബർ സെല്ലിലൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറി പോകുന്നത്. അപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എന്താ അവിടെ സംഭവിക്കുക, അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു ടെൻഷനോട് കൂടിയാണ് ചെന്ന് കയറുന്നത്. പക്ഷേ നല്ല റെസ്പോൺസ് ആയിരുന്നു. എക്സൈസിൽ നിന്നാണെങ്കിലും സൈബർ സെല്ലിൽ നിന്നാണെങ്കിലും കിട്ടിയ നല്ല റെസ്പോൺസ് ആയിരുന്നു. സോ അതുകൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയണം തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഒരു ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ച രേണുവിൻ്റെ 2 സുഹൃത്തുക്കളുണ്ടല്ലോ, വാലുകൾ, ആ 2 പേരോടും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. പിന്നെ ന്യൂയോർക്കിലുള്ള ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ കമൻറ്റാണ് ശരിക്കും ഇന്ന് തന്നെ എനിക്ക് ഇത് ചെയ്യാൻ എനിക്ക് തോന്നിയത്. കാരണം അത്രമാത്രം അവർ വിഷമത്തോടെയാണ് സംസാരിച്ചത്. നമ്മുടെ നാട് ഇത്ര അധപ്പതിച്ച് പോയോ, നമ്മുടെ നാട്ടിൽ ഇവരെന്താണ് ഈ ചെയ്ത് കൂട്ടുന്നത്, കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് ഇവരെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ശല്യമാണല്ലോ എന്ന രീതിക്ക് അവർ സംസാരിച്ചത്. സോ അതിന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു, അത്രമാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് നോക്കാം. എനിക്കറിയില്ല, ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്കൊരു ഉറപ്പും തരാൻ പറ്റില്ല ഇതിലെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം നിയമമാണ്, അത് നമ്മുടെ കയ്യിലല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് വഴിയെ നമുക്കറിയാം, നോക്കാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളും കൂടെ ഉണ്ടാവണം. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, രേണുവിൻ്റെ കോണ്ടന്റുകൾ വരുന്ന ചാനലുകൾ നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്ത് വിടുക. ഇതാണ് ചെയ്യേണ്ടത്. അതൊരു മാസ് റിപ്പോർട്ടിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ ചാനൽ അടിച്ച് പൊക്കോളും. മനസ്സിലായില്ലേ? ഒരേ ടോപ്പിക്കൊക്കെ വെച്ചിട്ട് മാസമായിട്ട് റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ ചാനൽ പൊക്കോളും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് കണ്ട് രസിച്ചിട്ട് പിന്നെ വന്ന് കുറ്റം പറയാതെ മാക്സിമം എന്ത് ചെയ്യുക, കാണുന്ന പാടെ റിപ്പോർട്ട് അടിച്ച് വിടുക. ഇതാണ് ഞാൻ അറിഞ്ഞൊരു കാര്യം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.